റിയൽ സുമതി വളവിൽ ആയിരുന്നു ഈ ഷൂട്ടിംഗ് ഒക്കെ? എല്ലാവർക്കും നല്ല പവർ ആയത് കാരണം അങ്ങനെ സൂപ്പർ നാച്ചുറൽ അതിലൊരു ഗ്യാപ്പ് പ്രയത്നം കിട്ടിയില്ല. എല്ലാവർക്കും അങ്ങനെ പേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? പേടിയുള്ളവർക്ക് ഏറ്റവും എനിക്കിഷ്ടമാണ്. എനിക്കൊന്ന് പേടിക്കാൻ വരെ ഇഷ്ടമാണ്. എല്ലാ ടൈപ്പും എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എല്ലാം അതുകൊണ്ട് ഭയങ്കര പേടിയാ. എപ്പോ പോയാലും അത് നോക്കും. അതായിരുന്നു അനച്ചോടൊക്കെ തന്നെ വളർന്നത്. അതന്നെ, അതെങ്ങനെ വന്നു? അവിടുത്തെ പ്രേതങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുക്കും. അത് വലിയ കഥ ഞാൻ പിന്നെ പറഞ്ഞത്. എന്റെ അടുത്തോട്ട് എട്ടുകാലിയും കൊണ്ട് വരണ്ട വലിയ ഇടിയായി. എന്നെ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വീട്ടുകാരെ എന്റെ അനിയനൊക്കെ ചെറുതല്ലേ, ഞാനൊക്കെ പറയുമ്പോ എനിക്ക് നല്ല ഇടി കൊടുക്കാൻ തോന്നുന്നു. ഒരു ഡയലോഗിനെ ഇപ്പം സ്ഥിരം എടുത്ത് ഇങ്ങനെ എന്നാ ഡയലോഗും അല്ല ഇടുന്നത്, അതിൽ അക്ഷരം മാറ്റിയിട്ടൊക്കെയാണ് ഇടുന്നത്. എന്റെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, ഞാൻ വേണം കാണിച്ചു തരാം. 8-9 കൊല്ലം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് എന്നെ എത്രത്തോളം അറിയാമെന്ന്. ഒരു പടം എന്താ മോശമായി കഴിയുമ്പോ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുമായിരിക്കും. തിരിച്ചു വരുമ്പോ നമുക്ക് കിട്ടുന്ന ഹൈ വേറെ. പട്ടൊക്കെ നമ്മൾ നീ കുട്ടിയില്ലേ കുറച്ച് പേര് തെറ്റിച്ചു പറയാൻ തോന്നും. ചേട്ടനെ കുറച്ച് തെറ്റിട്ടുണ്ടെന്നൊക്കെ മാധു. പക്ഷെ നല്ല കമന്റ്സ് പോസ്റ്റിന് വരുന്നതിന് റിപ്ലൈ കൊടുക്കാറുണ്ടല്ലോ. ആ പ്രായത്തിൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് അല്ലേ? ഡയറക്റ്റ് ഉള്ള പരിപാടിയേ ഉള്ളൂ, കമന്റ്സ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഉണ്ടോ? ടെസ്റ്റ് ചെയ്യാം. അതേ ഡയലോഗ് വെച്ച് ഞാൻ ചിലപ്പോ എന്റെ അനിയനെ കളിയാക്കുവേ. ആ ഡയലോഗ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഇല്ല, അനിയന്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്തോ? തമാശ രൂപേണയൊക്കെ ആക്കാം, പക്ഷെ അതിനെ ഒരു വൾഗറാക്കി പുള്ളിയെ മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ ചെയ്യരുത്. അതൊക്കെ ആയിരിക്കും അവരെ പിന്നെ മോൾഡ് ചെയ്തെടുക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു കൈരളി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സുമതി വളവ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. സുമതി വളവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊക്കെ ഉള്ള മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതിൽ ഏഷ്യാനെറ്റിൽ. അപ്പൊ അതിൽ ഈ സുമതി വളവിന്റെ ഒരു കഥ, ഇങ്ങനെ കുറെ ഹൊറർ സ്റ്റോറീസ്. അപ്പൊ അന്ന് ഈ ഒരു സംഭവം കേട്ടിട്ട് പിന്നെ ഈ സുമതി വളവിനെ കുറിച്ച് ഇത്രയും വലിയ ആഘോഷമായിട്ട് കേൾക്കുന്നത് നമ്മുടെ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് സമയത്ത്. അപ്പൊ അത്ര നാളായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. ശരിക്കും ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറി തന്നെയാണോ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്? അല്ല, ആ വളവ് നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷെ ഒറിജിനൽ ആ വളവിൽ നടക്കുന്ന കഥ ട്രിവാൻഡ്രത്തുള്ള സ്ഥലത്ത് നടക്കുന്ന കഥയായിട്ടല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കല്ലേലി എന്ന് പറഞ്ഞ ഒരു ഫിക്ഷണൽ ഗ്രാമത്തിലാണ് മൊത്തം കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ ആ വളവും ഈ പറഞ്ഞ ഒരു രാത്രിയിൽ ഇത്രയും സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വഴി പ്രശ്നമാണ്. അവിടെ എന്തോ ഉണ്ട്, സുമതി എന്നൊരു ഐറ്റം ഉണ്ട്. അത് എന്താണെന്ന് അറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, കടക്കാൻ പറ്റില്ല. ഒരു സംഭവം നമ്മൾ പിടിച്ചിട്ടൊരു. ശരിക്കും ഈ പറയുന്ന പോലെ ആ റിയൽ സുമതി വളവിൽ ആയിരുന്നു ഈ ഷൂട്ടിംഗ് ഒക്കെ? റിസ്ക് എടുക്കില്ലല്ലോ. അപ്പൊ ചെറിയ വിശ്വാസം ഉണ്ട്. വിശ്വസിക്കാതിരിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ CCTV ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടികൾ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഇല്ലാതെ വന്ന് വീഴുന്നുണ്ട്. മഴയൊന്നും അല്ലാതെ തന്നെ ഡ്രൈ ആയിട്ടുള്ള റോഡിൽ തന്നെ തെന്നി വീഴുന്നു വണ്ടി. പുറകെ വരുന്ന ഒരു ബൈക്കും വീഴുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഹൊറർ മൂവീസിന്റെ ഒക്കെ പല കഥകളൊക്കെ മൂവീസിന്റെ ഷൂട്ടിംഗ് സമയത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതേപോലെ പല സിനിമകൾ എടുക്കുമ്പോൾ അവരിങ്ങനെ ഓരോ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ സിനിമയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും നല്ല പവർ ആയത് കാരണം അങ്ങനെ സൂപ്പർ നാച്ചുറൽ അതിലൊരു ഗ്യാപ്പ് പ്രയത്നം കിട്ടിയില്ല. കാര്യം 10-48 ആർട്ടിസ്റ്റുകളോ ഉണ്ട് നമ്മുടെ സിനിമയില്. അത് മെയിൻ ആർട്ടിസ്റ്റുകൾ. അപ്പൊ അത്രയും നോൺ ആർട്ടിസ്റ്റുകൾ തന്നെയുള്ള. അപ്പൊ എല്ലാ ദിവസവും ഉത്സവം പോലെയായിരുന്നു അവിടെ ഷൂട്ട് എടുക്കുന്നത്. നമുക്ക് ആക്ച്വലി ഷൂട്ട് പോകുന്ന നേരത്ത് ഭയങ്കര രസമായിരുന്നു. ഒരു കല്യാണ വീട്ടിലേക്ക് പോണ പോലെയായിരുന്നു. എല്ലാ ആൾക്കാരും ഉണ്ടായാലും അപ്പുറത്ത് മറ്റേ ആ സെക്ഷൻ ഓഫ് ആൾക്കാർ, ഇപ്പുറത്ത് വേറെ സെക്ഷൻ ഓഫ് ആൾക്കാർ. സോ ഇറ്റ് വാസ് ഫൺ. അപ്പൊ പ്രയത്നമുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ഒരു ഇത് ക്രൂ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു കൂട്ടം തന്നെ ഫുള്ള് ഇപ്പൊ എൻജോയ്മെന്റ് ആയിരിക്കുമല്ലോ സെറ്റിലൊക്കെ. അത് ആയിരുന്നു. എനിക്ക് തോന്നുന്നു off the cameras, of course there was a whole lot of gossiping and playing Uno, Ludo, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. മറ്റേ ഷോട്ടിന്റെ സമയമാകുമ്പോൾ എല്ലാവരും ക്യാരക്ടറിലേക്ക് മാറും. സോ ഇറ്റ് വാസ് ഫൺ ആക്ച്വലി. ദേവനന്ദ ഇപ്പോ നിങ്ങളുടെ രണ്ടാളുടെയും ഒരു കോംബോ വീണ്ടും മാളികപ്പുറത്തിന് ശേഷം ഇതിനകത്തോട്ടാ വരുന്നത് അല്ലേ? അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു സുമതി വളവില് ചേട്ടന്മാരുടെയും ചേച്ചിമാരൊക്കെ കൂടെ എൻജോയ് ചെയ്തോ? ഭയങ്കര രസമായിരുന്നു. അപ്പൊ പറഞ്ഞ പോലെ എന്നെ ശ്രീപത്തിന്റെയും കോംബോ വേറൊരു രീതിയിലാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. എല്ലാരും എൻജോയ് ചെയ്യുന്നതാണ് നമ്മൾ ഓർക്കുന്നത്.
പിന്നെ ഞാനിതുവരെ വർക്ക് ചെയ്യാത്ത കുറെ സീനിയർ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഗോകുൽ ചേട്ടൻ്റെ കൂടെ, അതുപോലെ തന്നെ ചേട്ടന്റെ കൂടെ, ചേച്ചിയുടെ കൂടെ, എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ ഒത്തിരി പേരെ കണ്ടു. ഭയങ്കര ഫൺ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. ഇതിൽ ഏത് ചേട്ടൻ്റെ അല്ലെങ്കിൽ ഏത് ചേച്ചിയുടെ കൂടെ ഏറ്റവും കൂടുതൽ എന്താ കമ്പനി അടിച്ചത്, ഏറ്റവും കൂട്ടായത് ആരുടെ കൂടെയാ? എല്ലാവരുടെയും കൂടെ നല്ലായിരുന്നു. അതെ, എല്ലാവരുടെയും പെറ്റായിരുന്നു. ലൈക്ക് ഞാൻ കുറച്ച് പേരുടെ കൂടെ എനിക്ക് സീൻ ഇല്ലായിരുന്നു, ചിലവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ദിവസം മാറി മാറി ആയിരിക്കും കാണുന്നത്. അപ്പൊ എല്ലാവരുടെയും കൂടെ കമ്പനി ആയിട്ട് ഓടിച്ചാടി കളിച്ച് നടക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ഗോകുലേട്ടാ, ഈ പറയുന്ന പോലെ ഇപ്പം സുമതി വളവ് കംപ്ലീറ്റ്ലി നമുക്കൊരു ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റും. എങ്ങനെയാ ഇതിന്റെ ഒരു ജോണർ, നമ്മൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കണം നമ്മൾ തിയേറ്ററിൽ വരേണ്ടത്? ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഹൊറർ മൂഡിനാണ് മെയിൻ എംഫസിസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഒരു ഗ്രാമത്തിലെ രണ്ട് കുടുംബങ്ങള്, പിന്നെ ആ കുടുംബങ്ങളിൽ ഉള്ള സുഹൃത്തുക്കള്, ഇവരുടെയൊക്കെ ഒരു ഫൺ, അതിന്റെ ഒരു മാസ് എന്റർടൈനർ മൂവിയുടെ മൂഡിലാണ് ഈ ഹൊറർ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ പറയുന്ന പോലെ ഹൊറർ സ്റ്റോറീസ്, പ്രേത കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ഉറപ്പായിട്ടും. എല്ലാവർക്കും അങ്ങനെ പേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? പേടിയുള്ളവർക്ക് ഏറ്റവും എനിക്കിഷ്ടമാണ്. എനിക്കൊന്ന് പേടിക്കാൻ വരെ ഇഷ്ടമാണ്. ആക്ച്വലി ഒറിജിനൽ സുമതി വളവിൽ വരെ നമ്മൾ പോയി. എനിക്ക് ആ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മള് ഒരുപാട് പേരായിട്ടാ പോയത്. അതുകൊണ്ട് ഓടിക്കാണും അതേപോലത്തെ അവസ്ഥയായിരുന്നു. പക്ഷെ ഫൺ. നമ്മള് ഒരു സ്ഥലം ഇത്രയും ഒരു ഹോണ്ടഡ് പ്ലേസ് ആണ്, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മള്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആലോചിക്കാൻ കൂടി ഇല്ല. രാത്രിയാണെങ്കിലും ഏത് സമയമാണെങ്കിലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി നമ്മള് വിചാരിക്കാൻ കൂടിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ നമ്മള് എല്ലാ ചെറിയ സൗണ്ടും അതിന് സുമതിയായിരിക്കുമോ? ഈ പോയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാലും ആദ്യം പേടിക്കുന്ന ആളാരായിരുന്നു? അങ്ങനെ പോയവരുടെ കൂട്ടത്തിലെങ്കിലും ഞാനാണ്. അതുകൊണ്ട് പോയില്ല, അറിഞ്ഞില്ല അവര് പോയത്. വിളിച്ചിരുന്നേ പോവായിരുന്നോ? ചിലപ്പോ പോയാൻ ഇത്രയും പേരുണ്ടല്ലോ. മുന്നിൽ നടന്നോ, ഞാൻ ബാക്കിൽ വന്നോളാന്നൊക്കെ? ഇല്ലില്ല, ഇടയ്ക്ക് ആൾക്കാരെ അറിയാൻ നമ്മളെ പിടിച്ചോണ്ട് കുറെ പടങ്ങൾ കാണാറുണ്ടെന്ന് തോന്നുന്നു. പടങ്ങൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് എല്ലാ ടൈപ്പ് എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എല്ലാം അതുകൊണ്ട് ഭയങ്കര പേടിയാ. എന്താ ചേട്ടാ? അല്ല, എനിക്കും ഭയങ്കര പേടിയായി പ്രേത പരിപാടി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം പ്രേതം തന്നെയാണ്. പ്രേതവും എട്ടുകാലിയും. കേട്ടിട്ടുണ്ട്. നമ്മളാ കാട്ടില് വേട്ട ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ വേറെ ഒന്നും എനിക്ക് കൺസേൺ അല്ലായിരുന്നു. എട്ടുകാലി വലിയ സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എടുത്തോണ്ട് പോകും. എനിക്ക് അറാക്നോഫോബിയ ഉണ്ട്. എട്ടുകാലിനെ കാണുമ്പോ ഒരു എന്താ ഫോബിയയുടെ പേര്? അറാക്നോഫോബിയ. ഒരു സിനിമയുണ്ട് അറാക്നോഫോബിയ. എനിക്ക് പുതിയ ന്യൂ അറിവായിരുന്നു. താങ്ക് യു. ഇത് റിലേറ്റൊക്കെ വരും. അറാക്നോഫോബിയ ഈ നിങ്ങൾക്കും ഉണ്ടോ? ടെസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഫോബിയ ഉണ്ടോ? എനിക്ക് ക്ലോസ്ഡ് സ്പേസിലിരിക്കുന്നതാണോ? എനിക്ക് ഒത്തിരി നേരം പ്ലെയിനിൽ ട്രാവൽ ചെയ്യാനും പറ്റൂല. ഒരു ലിമിറ്റഡ് സമയം. അത് കഴിഞ്ഞിട്ട് ഓൾഡ് എലിവേറ്റേഴ്സ്, പഴയ ചെറിയ എലിവേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതും പ്രശ്നം. അവൾക്കത് ഇഷ്ടമാണ്. ഐ ലൈക്ക് കുഞ്ഞു സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ പ്ലെയിനിലിരിക്കുന്ന ഐ ലൈക്ക് ചെറിയ സ്പേസിലിരിക്കുന്നത്. എനിക്ക് ചെറിയ ഇപ്പൊ കുഞ്ഞു പ്ലെയിൻ ആണെങ്കിൽ ഐ ഫൈൻഡ് ഇറ്റ് വെരി നൈസ്. പ്ലേ ഹൗസിനകത്തൊക്കെ അങ്ങനത്തെ ഒരു ഫീല്. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ഓൾഡ് തിങ്സ്. ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് തന്നെ ആണെങ്കിലും കുറെ പണി തീരാത്ത ഫ്ലാറ്റ്സ് ഉണ്ട്. ഞാനെല്ലാം നോക്കും, ഓക്കെ ദിസ് ഹോണ്ടഡ് ഫ്ലാറ്റ്, ദാറ്റ് ഹോണ്ടഡ് ഫ്ലാറ്റ്. അപ്പൊ ഈ ഒരു എപ്പോഴും നമ്മുടെ എറണാകുളത്ത് കൂടെ പോകുമ്പോ ഒരു വലിയൊരു ഹോണ്ടഡ് ഫ്ലാറ്റ്സ് ഉണ്ട്. എപ്പോഴും ഞാൻ നോക്കും എങ്ങനെ ചരിഞ്ഞ ബിൽഡിംഗ്. പക്ഷെ എനിക്ക് ചെലവ് കാണാൻ പറ്റാറില്ല. ഞാൻ വണ്ടർ എങ്ങനെ ഈ മരമൊക്കെ വളരുന്ന. ഇതിലൊരു ഭയങ്കര വലിയ മരമുണ്ട്. എപ്പോഴും എപ്പോ പോയാലും അത് നോക്കും. അതന്നെ, അതെങ്ങനെ വന്നു? അവിടുത്തെ പ്രേതങ്ങളൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുക്കും. പിള്ളേരോട് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ കിളിച്ചു? കാരണം അവിടെ ആരും അവിടെ കൊണ്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര വലിയ മരം അവിടെ. അത് ഈ കാക്കയൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട്
പിന്നെ അവിടെ പോയി ഇരുന്നിട്ട് പിന്നെ എന്തെങ്കിലും സംഭവിക്കുമ്പോ പക്ഷെ ആ സൈഡിൽ മാത്രമേ ഉള്ളൂ മരം. ബാക്കി എല്ലായിടത്തും കുറച്ച് പൂപ്പല് പോലെ അത് എന്തെങ്കിലും പ്രയോജനം വന്നിട്ടതായിരിക്കും. കൺക്ലൂഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ട്രൈപ്പോഫോബിയ ഉണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കൂടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു സാധനം. എനിക്ക് ആക്ച്വലി ഈ കിളികൾ അതെങ്ങനെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അടുത്തേക്ക് വരാൻ കൂടി അങ്ങനത്തെ ഐറ്റംസിന്റെ അടുത്ത് വരെ എനിക്ക് പറ്റില്ല. ചിറകൊക്കെ ഫ്ലാപ്പ് എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് അത് ഞാൻ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞ കിളികളൊക്കെ പറ്റി ഇപ്പൊ അത് മാറ്റിയെടുക്കാനും പാടായിരിക്കും. ഭയങ്കര പാടാണ്. പക്ഷെ ഭയങ്കര പാടാണ്. പക്ഷെ എന്റെ അടുത്തോട്ട് 8 കാലിയും കൊണ്ട് വരണ്ട, വലിയ ഇടി വാങ്ങി. അത് വലിയ നല്ല ബോൾഡായിട്ടൊക്കെ ഒരു മനുഷ്യൻ വന്നിട്ട് 8 കാലിയെ മാത്രം പേടി. വീഴ്ത്താനായിട്ട് അത് മതിയല്ലോ, ഒരു 8 കാലിയെ കൊണ്ടുവന്നാൽ മതി. വീഴ്ത്താൻ പോകുന്ന ആളും തറയെ വീഴും, ഗ്യാരണ്ടിയാ. നമ്മുടെ മറ്റേ ഗോകുൽ ചേട്ടൻ എനിക്ക് കഴിഞ്ഞിടയ്ക്ക് JSK ഇത് കഴിഞ്ഞപ്പോ പറഞ്ഞില്ലേ ID കാർഡ് ഇല്ലാത്ത പാപ്പരാസീസ് എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടെന്നൊക്കെ. അവരൊക്കെ കേട്ട ചിലപ്പോ ഒരു 8 കാലിയെ മറ്റേ ബോക്സിലൊക്കെ ഇട്ടിട്ട് വരും. അതപ്പോ അവര് ബാക്കി വിഷ്വൽസും കൂടെ ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട്. ശരിക്കും എന്തായിരിക്കും ഈ ഓൺലൈൻ മീഡിയാസിന്റെ ക്യാപ്ഷൻസും ഒക്കെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് തന്നെ റിയാക്ട് ചെയ്തതാണോ? എന്നെ പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ വീട്ടുകാര് എന്റെ അനിയനൊക്കെ ചെറുതല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് നല്ല ഇടി കൊടുക്കാൻ തോന്നും. ഇടി കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ കൊണ്ട് അവസാനിക്കണം എന്ന് അറിയില്ല. പിന്നെ നമ്മൾ വില്ലനായിട്ട് ചിത്രീകരിക്കപ്പെടും. അത് കാണാൻ നാട്ടുകാരുണ്ട്. പിന്നെ ഒരു ലോജിക്കും ഇല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു മീഡിയ പ്ലാറ്റ്ഫോമിലായിരിക്കും ഒരു പോസ്റ്റ് വരിക, പക്ഷെ അതിന്റെ താഴെ കമന്റ് ചെയ്യുന്ന കേട്ടാ തോന്നും അതിൽ മെൻഷൻ ചെയ്യുന്ന ആക്ടറാണ് ആ പോസ്റ്റ് ഇട്ടതെന്ന്. ആക്ടറിന്റെ അടുത്ത് മറുപടി പറയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയുടെ അടുത്ത് മറുപടി പറയുന്ന പോലെയാണ് ഇതിൽ താഴെ വന്ന് എത്രയോ ആൾക്കാര്. എനിക്കൊരു ഭയങ്കര ഒരു മങ്കി മെന്റാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. മാധവ് പക്ഷെ നല്ല കമന്റ്സ് പോസ്റ്റിന് വരുന്നതിന് റിപ്ലൈ കൊടുക്കാറുണ്ടല്ലോ. സ്വന്തം പോസ്റ്റിന് വരുന്നതിനൊക്കെ ഞാനും ആ പ്രായത്തിൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു മൈൻഡ് അല്ലേ? ഡയറക്റ്റ് ഉള്ള പരിപാടിയേ ഉള്ളൂ, കമന്റ്സ് ആയിട്ടൊന്നുമില്ല. അല്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു 99% ആൾക്കാരും അങ്ങനെ പറയില്ല. കാരണം എന്താണ് റെപ്രിക്കഷൻ എന്ന് അറിയാൻ പറ്റാത്തോണ്ട് ഡയറക്റ്റ് ആയിട്ട് ആരും പറയില്ലല്ലോ. ഇറ്റ് ഈസ് എല്ലാവരും മറ്റേതല്ല, ഒളിച്ചിരുന്ന് ചെയ്യുന്നതല്ലേ കുറച്ചും കൂടി ധൈര്യം. ഞാൻ പക്ഷെ കണ്ടത് വെച്ചാൽ ഡയറക്റ്റ് ഇതേപോലെ എനിക്ക് ഈ ബൈറ്റ് കൊടുക്കാൻ താല്പര്യം ഇല്ല, കാർഡില്ലാത്തവർക്ക് ബൈറ്റ് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണം. കുറെ പേരുടെ മൈൻഡിൽ കാണും, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ അധികം ആളുകളെ നമ്മുടെ ഈ റീസെന്റ് ഞാൻ കണ്ടിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ അതാ ഞാൻ ഓപ്പൺ ആയിട്ട് റിയാക്ട് ചെയ്തല്ലോ എന്നതാ പറഞ്ഞത്. സുരേഷിന്റെ പടത്തില് പണ്ട് പറഞ്ഞിട്ടുണ്ട്, തന്തയ്ക്ക് പറഞ്ഞു. എന്താ തന്തയ്ക്ക് പറഞ്ഞുകൊണ്ട് സുരേഷിന്റെ മോനല്ലേ? അതെ 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 അതെ, അതാണ് റീസൺ. പക്ഷെ എനിക്കൊന്നും ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു പ്രസ് മീറ്റിനാണോ സുരേഷേട്ടൻ തന്നെ പറയുന്നുണ്ടായിരുന്നു മാധവിന്റെ ഡയലോഗിനെ ഒരു കണ്ണൊക്കെ തെറിച്ച് പറയുന്നു. സുരേഷേട്ടൻ തന്നെ അത് ഒരു ഫണ്ണിയസ് സൈഡിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? അപ്പൊ എന്താണ് കൂടുതലും എന്താ പറയാ ട്രിഗർ ചെയ്യുന്നത്? ഇപ്പൊ ഇങ്ങനെ വൾഗറാക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പുള്ളിയുടെ അനിയന്റെ സിനിമയില് ഒരു ഡയലോഗിനെ ഇപ്പം സ്ഥിരം എടുത്ത് ഇങ്ങനെ, എന്നാ ഡയലോഗും അല്ല ഇടുന്നത്, അതിൽ അക്ഷരം മാറ്റിയിട്ടൊക്കെയാണ് ഇടുന്നത്. എന്റെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, ഞാൻ വേണം കാണിച്ചു തരാം. അപ്പൊ അത് ചെയ്യുന്ന ജനതയുടെ നിലവാരമാണോ പ്രശ്നം, അതോ എന്റെ അനിയൻ ആ സിനിമ ചെയ്തതാണോ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ നല്ല കോമഡി ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചർച്ച ചെയ്ത് വീട്ടിൽ ഇതൊരു തമാശ സംഭവം തന്നെയാണോ? അതേ ഡയലോഗ് വെച്ച് ഞാൻ ചിലപ്പോ എന്റെ അനിയനെ കളിയാക്കുമായിരിക്കും. ആ ഡയലോഗ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ഇല്ല, അനിയന്റെ റിപ്പീറ്റ് ചെയ്തോ? അത് നിങ്ങൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ തമാശയാക്കി ട്രോൾ ആക്കാറുണ്ട്? പുറത്തുനിന്ന് ഒരാള് അണ്ണൻ തമ്പിയില് പറയുന്നത് പുറത്തുനിന്നൊരാൾക്കും തമാശ രൂപേണയൊക്കെ ആക്കാം, പക്ഷെ അതിനെ വൾഗറാക്കി പുള്ളിയെ മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ ചെയ്യരുത്. അതൊക്കെ ആയിരിക്കും അവരെ പിന്നെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അവര് പിന്നെ വലുതാവുമ്പം അവരുടെ ഒരു റിബല്യസ് മെന്റാലിറ്റി എന്ന് പറയുന്നത് എവിടെ നിൽക്കും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറയുന്ന ഒരു സാധനമായിരിക്കും ആ കാലത്ത് ചിലപ്പോൾ പ്രശ്നമായിട്ട് വരിക. ഇതൊക്കെ കേൾക്കുമ്പോ പുള്ളി സീമിംഗ്ലി ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കും, പക്ഷെ എന്നെക്കാളും 7 വയസ്സുള്ളതാ. അപ്പം എനിക്ക് ഭയങ്കര എനിക്ക് കുഞ്ഞാ ഭയങ്കര. അപ്പം
എനിക്ക് തോന്നുന്നു അവന് വിഷമം വരുമല്ലോ, മനുഷ്യൻ തന്നെ അല്ലേ, അത്രയൊക്കെ ഇങ്ങനെ അല്ല എനിക്ക് കുഴപ്പമില്ല എന്ന് കാണിച്ചാലും നോർമലി എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ എന്തായാലും ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവും. പിന്നെ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ വി ഷോ ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. ഐ ഡോണ്ട് കെയർ. എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ ആദ്യം തന്നെ വരുന്ന സമയത്ത്? ഇല്ല, ഞാൻ അത്രയ്ക്കൊന്നും അധികം ഡീറ്റെയിലിംഗ് പോകാറില്ല. ഞാൻ പറയും, എടാ ഞാൻ 8-9 കൊല്ലം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നില്ല മലയാളികൾക്ക് എന്നെ എത്രത്തോളം അറിയാമെന്ന്. നിന്നെ അത്രയും എളുപ്പത്തിൽ തന്നെ മലയാളികൾ തിരിച്ചറിഞ്ഞു, നീ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതെ അതെ അതെ, എല്ലാത്തിനും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തെ ഈ പറയുന്ന നെഗറ്റീവ് റിവ്യൂസ്, സിനിമേനെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒരിടയ്ക്ക് ഒരുപാട് വന്ന സമയത്ത് ആസിഫിക്കയുടെ സിനിമകൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുന്നുണ്ടായിരുന്നു ചില സർട്ടൻ റിവ്യൂവേഴ്സിന്റെ. അതിനുശേഷം ആസിഫിക്കക്ക് ഒരു കംബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആസിഫിക്കയുടെ വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള നിലയ്ക്ക് ചോദിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കംബാക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ഇത്തരം ക്രിറ്റിസിസംസ് ഒരു തരത്തില് പോസിറ്റീവായിട്ടും ഇമ്പാക്ട് ഉണ്ടാക്കാറില്ലേ? നെഗറ്റീവ് റിവ്യൂസ് ഒരിക്കലും പോസിറ്റീവായിട്ട് നമുക്ക് ഇമ്പാക്ട് ഒന്നുമില്ല. ക്രിറ്റിസിസംസ് അല്ലെന്നേ, അത് പക്ഷേ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ ഒരു സുഖമുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം ആൾക്കാരും മറന്നു. നമുക്ക് ഇത്രയും നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം, മച്ചാനെ പറ്റി എല്ലാവർക്കും അറിയാം, ഇത്രയും ഗംഭീര ആക്ടർ ആണെന്ന്. പക്ഷെ ഒരു പടം എന്താ മോശമായി കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കര മോശമായിട്ടൊക്കെ പറയുമായിരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോ നമുക്ക് കിട്ടുന്ന ഹൈ വേറെയാ. അത് ഇപ്പം മച്ചാനായിരിക്കും നമ്മുടെ കൂടെയുള്ള എന്റെ സുഹൃത്തു കൂടെ. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അതേ സെയിം ഹൈ ആണ്. കണ്ടോടാ, രസമല്ലേ? ഇത് തന്നെയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ജീവിതം തന്നെ ഇങ്ങനെയാണല്ലോ. ആൾക്കാർ ചിലപ്പോ നമ്മള് പല സമയത്ത് നമ്മള് മോശം പറയുമായിരിക്കും. പക്ഷെ നമ്മള് ആൾക്കാരെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ ഇവര് തന്നെ മാറ്റി പറഞ്ഞു. അതെ, പ്രൂവ് ചെയ്ത് കാണിക്കണം. അതെ. അപ്പോ ദേവനന്ദയുടെ ഇതിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയാം, നമ്മുടെ സുമതി വളവിലെ ക്യാരക്ടറിനെ കുറിച്ചിട്ട്. ഞാൻ സുമതി വളവില് അർജുൻ ചേട്ടന്റെ പെങ്ങളുടെ മോളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതില് ഒത്തിരി എന്താണ്, അർജുൻ ചേട്ടന്റെ കൂടെ നല്ല നല്ല സീൻസ് ഉണ്ട്. ഇപ്പൊ ശ്രീപത്തിന്റെ കൂടെ ആണെങ്കിലും എനിക്ക് അത്യാവശ്യം എല്ലാവരുടെയും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് നല്ല സീൻസ്, ഇപ്പൊ ഫെസ്റ്റിവൽ സോങ് ആണെങ്കിൽ സോങ്സിൽ ഭാഗമാകാൻ പറ്റി. അങ്ങനെ ഒരു ഫൺ ക്യാരക്ടറാണ് ഞാൻ. അങ്ങനെ ചെയ്യാത്തൊരു കുറച്ച് സീൻസ് ഉണ്ട് ഇതില്. അത് എല്ലാവർക്കും ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. എന്റെയും ശ്രീപത്തിന്റെയും കോംബോ ആണെങ്കിലും എല്ലാം. അത് ഞങ്ങൾ ഇപ്പൊ മാളികപ്പുറത്തിന് ശേഷം പിന്നെ ഈ സിനിമയിലാണ് കോംബോ പിന്നെയും വരുന്നത്. നിങ്ങളുടെ ആ ഒരു ഡയറക്ടറും റൈറ്ററും എല്ലാവരും ഇപ്പൊ മാളികപ്പുറത്തിന്റെ ഒരു റീയൂണിയൻ പോലെ അല്ലേ? ഇപ്പൊ റൈറ്ററായിട്ട് അഭിലാഷ് ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, നമ്മുടെ മ്യൂസിക് ചെയ്യുന്ന രഞ്ജൻ ചേട്ടൻ, സൈജു അങ്കിൾ, അങ്ങനെ ഒത്തിരി പേര് ഒന്നിച്ച് പിന്നെയും കൂടുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതില് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മള് ഓൾറെഡി കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമിന്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യുമ്പോൾ അത് ഭയങ്കര നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അത് പിന്നെയും ഇവരുടെ കൂടെ സിനിമ ചെയ്യുമ്പോ ഭയങ്കര ഒരു ഹാപ്പിനെസ്. ഭയങ്കര ഹാപ്പിനെസ്. അക്കൗണ്ട് ഒക്കെ പോയിട്ട് തിരിച്ചു കിട്ടിയല്ലോ അല്ലേ? പോയവരെ പിടിച്ചോ? ആരാ എടുത്തിട്ട് പോയെന്നൊക്കെ മനസ്സിലായോ? അത് അറിയില്ല. പുറത്തുള്ള ആരോ ഹാക്ക് ചെയ്തതാണെന്ന് അറിയാം. അത് എന്തോ ചെയ്യാൻ നോക്കിയിട്ട് അത് ഫുൾ തെറ്റായി പോയത് കൊണ്ട് എന്റെ അക്കൗണ്ട് ഫുൾ ബ്ലാങ്ക് ആയി പോയി. ആർക്കും ഇത്ര ചെറിയ കുട്ടീനോട് ഇത്ര ദേഷ്യം വൈരാഗ്യമൊക്കെ അതൊക്കെ എടുത്തിട്ട് പോകാനായിട്ട്? ഈ 13-12 വയസ്സുള്ള ആൾക്ക് നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ പിന്നെ അതിനെ പോലും വെറുതെ വിടുന്നില്ല അല്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ടോ അതോ അവര് പറയാറുണ്ടോ? വായിക്കാറില്ല അങ്ങനെ. ഇപ്പോ മിക്കപ്പോഴും ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആയിരിക്കും ഇപ്പൊ മീഡിയ വന്ന് വീഡിയോ എടുക്കുന്നത്. മീഡിയ എപ്പോഴും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് നിൽക്കാറ്. പക്ഷെ അതിന്റെ അടിയിൽ ഈ ഫേക്ക് അക്കൗണ്ട്സ് വരിക അങ്ങനെ ചെയ്യുന്നത് ഞാൻ അങ്ങനെ കമന്റ്സ് വായിക്കാൻ പോകാറില്ല. പക്ഷെ അറിയാറുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. അച്ഛനമ്മയും കൃത്യമായിട്ട് പറഞ്ഞു ഓക്കെ ഇപ്പൊ ഇങ്ങനാണ്, ഇന്ന രീതിയിലാണ് ആൾക്കാർ കാണുന്നത്, ഓക്കെ അത് അറിയാറുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുക, നമ്മള് നമ്മൾ പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് അത് ആയി, ഓക്കെ അത് വിടുക, അടുത്ത കാര്യത്തിലേക്ക് പോകുക. അത്രേ ഉള്ളൂ. ഇവളുടെ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം വളരെ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഇത്രയും ചെറിയ കുട്ടി ഇതെങ്ങനെ സംഭവിക്കുന്നത്? എത്ര വയസ്സുണ്ട്? അങ്ങനെ തോന്നിപ്പോ ഭയങ്കര ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഞങ്ങൾ കൂടി കാര്യങ്ങൾ ഡീൽ ചെയ്യാറില്ല. എനിക്ക് 25-ാം തീയതി 12 വയസ്സാവും. അയ്യോടാ. ഞാനൊക്കെ മറ്റേ മീൻ വയൽ ഈ പ്രായത്തിലൊക്കെ നമ്മളൊക്കെ എന്തായിരുന്നല്ലേ? ജനറേഷൻ ഗ്യാപ്പും ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ടെക്നോളജി കാരണം അവർ ഭയങ്കര മെച്ചുവേർഡ് ആയി. നമ്മളിപ്പോഴും
കുട്ടികളി മാറിയിട്ടില്ല. അല്ല പക്ഷേ നമ്മളിപ്പോഴും ലൂഡോ കളിച്ചോണ്ടിരിക്കാം. നല്ലതാ. അല്ല പക്ഷേ ദേവനന്ദയുടെ പേരൻസിനും ഭയങ്കര ഒരു അവർക്ക് ആണല്ലോ കുറച്ചുകൂടെ ഒരു ക്ലാപ്പ്. അച്ഛനും അത്ര മെച്ചൂരിറ്റി ഇല്ല. അച്ഛനാണ് full chill mood അച്ഛനാണ്. എനിക്ക് ഉത്തരം എന്നെ കുറിച്ച് ഉത്തരം പറയേണ്ട ക്വസ്റ്റ്യൻസിന് ക്ലിയർ ആയിട്ട് ഉത്തരം പറയും. ബാക്കി ആരെ കുറിച്ചും പറയൂല. എത്ര വയസ്സ് മാളയപ്പുറത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ചോദ്യം എല്ലാം വന്നു തുടങ്ങിയത്. അതല്ല ആദ്യമൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്ക് മറ്റേ കുഞ്ഞു പിള്ളേരെ ചുച്ചിടു ചുച്ചിടു ഞങ്ങൾ കളിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഫുൾ ഞങ്ങള് ഫണ്ണായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ പറയേണ്ട നമ്മുടെ മനസ്സിലുള്ളത് കൺവേ ചെയ്യേണ്ട സമയത്ത് കൺവേ ചെയ്യും. അത് ഭയങ്കര ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ്. ഒരു കുട്ടി ഇത്ര രസമായിട്ട് കാര്യങ്ങള് ഇപ്പൊ ഒരു സീനകത്താണെങ്കിലും അവള് കൃത്യം ഡയലോഗ് പഠിച്ചിട്ട് അവള് അത്ര രസമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. കട്ടക്ക് നിൽക്കും. നമ്മൾ നീ കുട്ടിയില്ലേ കുറച്ച് പേര് തെറ്റിച്ചു പറയാൻ തോന്നുന്നു. ചേട്ടനെ കുറച്ച് തെറ്റിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോളൂ. അതിന് കിടക്കൊന്നുമില്ല സംസാരം. ഞാൻ പറ്റില്ല ശ്രീപത്ത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കട്ടക്കാണ് ഫുൾ ടൈം നിൽക്കാറ്. പക്ഷെ ശ്രീപത്തിനെ നമുക്ക് പിടിക്കാൻ പറ്റും. ശ്രീപത്ത് സിമ്പിളാണ്, അവൻ പാവാണ്. ഇവള് മറ്റേ ഭയങ്കര ഞാൻ പാവല്ലേ. പാവാണ്. പക്ഷെ നിനക്ക് ബുദ്ധി മെച്ചോറിറ്റി കുറച്ച് കൂടുതലാണ്. ബുദ്ധി കൂടുതലുണ്ട്. മെച്ചൂരിറ്റി മോള് ചേട്ടന്മാരും ചേച്ചിമാരും അല്ലേ ഒരു ദാക്ഷിണ്യൊക്കെ കാണിക്കണം. ഗോകുലേട്ടാണെങ്കിൽ ഇവള് സംസാരിക്കുമ്പോ ഇങ്ങനെ വണ്ടടിച്ച് ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ സംഭവം? എനിക്ക് ഞാൻ ആലോചിക്കായിരുന്നു ഒരു ഭാവി ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു പൊളിറ്റീഷ്യനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. നമ്മുടെ ഇതില് കാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഗേൾസിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. നിങ്ങളുടെ ഒരു വൈബ് എങ്ങനെയായിരുന്നു ഈ ഗേൾസ് ഗ്രൂപ്പിന്? ഞാൻ ഇവിടെ വന്നപ്പോഴും നിങ്ങൾക്ക് ഏകദേശം ഒരുമിച്ച് ചില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു വൈബ് എങ്ങനെയായിരുന്നു? പൊളി വൈബായിരുന്നു. ലൈക്ക് ബേസിക്കലി ഫുൾ ടൈം ഒത്തിരി പേരുണ്ടായിരുന്നു. സോങ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ 5 to 6 days കണ്ടിന്യൂസ് ഷൂട്ടായിരിക്കും. അപ്പോൾ പടത്തിലുള്ള എല്ലാ കാസ്റ്റ് ആ സോങ്ങിൽ ഉണ്ടാവും. സോ ഇറ്റ് വാസ് ലൈക്ക് വെരി മച്ച് ഹെൽപ്പിംഗ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് റെഡി ആവാൻ പറയുമ്പം എന്നാ ചേച്ചി റെഡി ആവാം, ഓക്കെ ചേച്ചി എനിക്ക് റെഡി ആവാൻ, അങ്ങനെ. സോ കാരവാൻ വാസ് ഫുൾ. നമ്മുടെ ഈ ഗേൾസ് ഒക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ ഒരു റൂമിൽ നിന്ന് എല്ലാവരും കൂടെ ഒരുങ്ങുന്ന പോലെ. എനിക്കൊരു ഉത്സവത്തിന്റെ മൂഡൊക്കെ തോന്നി. നമ്മൾ ഈ മറ്റേ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോ ഒക്കെ അങ്ങനത്തെ എല്ലാ ദിവസവും ഏതോ നമ്മുടെ ബന്ധുവിന്റെ കല്യാണം വീട്ടിൽ പോണ ഒരു അവസ്ഥയായിരുന്നു. എല്ലാ ദിവസവും ഇത്രയും ആൾക്കാരുണ്ട്. ഭയങ്കര രസമായിരുന്നു. കാര്യം ഒരുപാട് കാലം ഇപ്പൊ ഞാനും കുറച്ച് കാലം സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വല്ലപ്പോഴും ഇത്രയും ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ള സിനിമയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. എല്ലാ ദിവസവും മറ്റേ ചെക്കന്റെ വീട്ടുകാർ, പെണ്ണിന്റെ വീട്ടുകാർ, പെണ്ണിന്റെ അമ്മാവന്റെ വീട്ടുകാർ എന്ന് പറഞ്ഞ പോലെ പല പല ഏരിയ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. സോ സോ മച്ച് ഫൺ. അടിപൊളിയായിരുന്നു. ഞാൻ കഴിഞ്ഞ 2 weeks കഴിഞ്ഞ മന്ത് ഇതേപോലെ JSKയുടെ ഇന്റർവ്യൂ എടുത്ത സമയത്തെ ദിവ്യ പിള്ളയും മാധവും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ദിവ്യ പിള്ള പറഞ്ഞു ഇതേപോലെ സുരേഷ് ഏട്ടൻ അഭിനയിക്കുന്ന ഉള്ള മൂവിയുടെ ഇതാണെങ്കിൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റൂല, ആൾ കുറെ ഫുഡും സ്വീറ്റ്സും ഒക്കെ കൊണ്ടുവരുന്നു. ഗോകുലേട്ടന്റെ കയ്യിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സോ മിഠായോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരുന്ന ആളാണോ? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഫുഡ് സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എങ്ങനെയെങ്കിലും. അവിടുത്തെ അങ്ങനെ അത് ഞങ്ങള് പാലക്കാട് ഷൂട്ട് എടുക്കുന്ന തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് അവിടുത്തെ ആൾക്കാരെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഇന്ന് രാത്രി അവിടെ നിന്ന് നിന്നെ പരിചയമുണ്ടല്ലോ. ഞാൻ ഹസ്ബൻഡ് ആണല്ലോ ആൾക്കാരാ ഗ്രൂപ്പില് പറഞ്ഞിട്ട് ഫുഡ് കൊണ്ടുവന്നേക്കുന്ന ഒരുപാട് ഫുഡൊക്കെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഇപ്പൊ രാത്രി എന്താണ് ഒരു ഹോട്ടലായതുകൊണ്ട് ഒന്നിച്ച് ഞാൻ പറയും ഓക്കെ നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് പോയിരുന്നു ലൂഡോ ഒക്കെ കളിക്കാന്ന് പറഞ്ഞ് നമ്മളും ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. ഞങ്ങൾക്കും കിട്ടിയില്ല. അപ്പൊ ഓക്കെ എന്ത് പറയുന്നു. നിങ്ങൾ കുടുംബപരമായിട്ട് ഫുഡ് കഴിപ്പിക്കുന്ന ആളുകളാ? എന്നെ കണ്ടറിയില്ല. ഞാൻ വന്നപ്പോഴേ ചോദിച്ചതാ വെയിറ്റ് ലോസ് ചെയ്തോ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞത്. അല്ല ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ സുമതി ഉള്ളതിന് വേണ്ടി ഡോമിനിക്കുന്ന ഒരു 8-9 കിലോ കുറച്ചു. 9 കിലോ കുറച്ചില്ലേ? നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല. അല്ല അപ്പൊ നിങ്ങൾ ഇതേപോലെ ഫുഡ് എല്ലാരെയും കഴിപ്പിക്കുന്നതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ആളുകളാണോ? ആരാണ് വേറൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നത്? എല്ലാരും ഒന്നും കൊടുക്കുന്നവരൊന്നും അല്ല, ചിലരൊന്നും കൊടുക്കൂല. എനിക്കറിയാവുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒളിച്ചു വെച്ച് കഴിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ? അങ്ങനെയല്ല, ഭക്ഷണം കൊടുക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ. ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ എന്റെ സുഖമുള്ള. ഒരിക്കലും ഒറ്റക്ക് റെസ്റ്റോറന്റിൽ പോയിരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഡിസപ്പോയിന്റിങ് പരിപാടി. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവരും ഇത് വെച്ച് രസമല്ലേ? അത് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്ത് കഴിക്കണം തന്നെയാണ്.
ഷെയർ ചെയ്തായിരിക്കും. ഞാൻ കോളേജിൽ വരെ ഭക്ഷണം, അത് കോളേജിൽ ഭക്ഷണം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇത്രയും വലുതായിട്ടും ഭക്ഷണം, പക്ഷെ ആ ഭക്ഷണം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമില്ലേ മോനെ, ഇപ്പോഴും ഉണ്ട്. ആ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ടാവും. ഗോകുലേട്ടനാണെങ്കിൽ ഇപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിൽ പോയിരുന്ന സമയത്ത് ഇതേപോലെ ഞാൻ പോകുന്ന സമയത്ത് എന്നാ പറഞ്ഞല്ലേ, പോയിരുന്ന സമയത്ത് ഇതേപോലെ ലഞ്ച് ബോക്സിൽ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു ഫ്യൂ ഐറ്റംസ് എന്തൊക്കെയാണ്? ഞാൻ സുരേഷേട്ടൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ കുഞ്ഞു ചെമ്മീന്റെ ഒക്കെ കഥ. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊതി വരും. അതാ നിങ്ങളുടെ ഒരു ലഞ്ച് ബോക്സിൽ എങ്ങനെ യൂഷ്വലി ഒരു പാറ്റേൺ കാണുമല്ലോ നമ്മുടെ എല്ലാ അമ്മമാർക്കും, എന്തായിരിക്കും മെയിൻലി ഒരു ലഞ്ച്? ചോറ്, മീനിന്റെ എന്തെങ്കിലും ഒരു തൈര്. അന്ന് പിന്നെ വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല. അപ്പൊ അത് തന്നെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ ഒരു ഹൈസ്കൂളൊക്കെ കഴിഞ്ഞപ്പോ നമ്മുടെ ലഞ്ച് ബോക്സിനേക്കാളും കൂട്ടുകാരന്റെ ലഞ്ച് ബോക്സിനോട് കോൺസെൻട്രേഷൻ. ഒരു കൂട്ടുകാരനോട് ഇരിക്കും. ബാജുന്റെ എന്തായിരിക്കും ആ ഒരു ലഞ്ച് ബോക്സിലെ മെയിൻലി ഉള്ള ഐറ്റംസ് ഈ ഒരു മെമ്മറിയിൽ വരുവാണെങ്കിൽ? സുമതി വളവിന്റെ സുമതി വളവിനെ പറ്റി നമുക്ക് കഥ മുഴുവനും പറയാൻ പറ്റൂലല്ലോ. ലഞ്ച് ബോക്സ് ഇല്ല, അമ്മയുടെ എല്ലാ ഭക്ഷണവും അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അവരുടെ അമ്മമാരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഏറ്റവും വലിയ സംഭവം. അപ്പം ചോറ് കൊണ്ടുപോകാറുണ്ടായി പണ്ട്. ചോറ് ചിലപ്പോൾ ബീഫ് വിന്താലു അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും, പ്രോൺസ് ഉണ്ടാവും, എന്തെങ്കിലും രസമാണ്. അത് ഞാൻ കോളേജിലൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് പെർട്ടിക്കുലർ ഐറ്റംസ് കൊണ്ടുവരും. സോറി എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് അവൻ കൊണ്ടുവരും. അവൻ മറ്റേ മൂരിയാറ് പോലത്തെ പരിപാടിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കുറച്ച് ഫ്രൈയും. അതപ്പോ അവൻ സെറ്റ് ആയത് കുറെ കാലം കഴിഞ്ഞപ്പോ. അപ്പൊ പക്ഷെ ഞങ്ങൾ കഴിക്കുന്ന, ഞങ്ങൾ രണ്ടുപേരായിരിക്കും കൊണ്ടുവന്ന് ഫുഡ് കഴിക്കുന്നത്, പക്ഷെ കഴിക്കുന്ന എല്ലാരും കൂടിയിട്ടായിരിക്കും. ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇരുന്ന് ഞങ്ങൾ ഇത് കഴിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കഴിച്ച ഫ്രണ്ട്സ് ഒരിക്കലും പിരിയോന്ന് എനിക്ക് തോന്നുന്നു. ഫ്രണ്ട്സ് അത്ര ആ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ട്. ഒരേ പ്ലേറ്റിൽ കഴിച്ചിട്ടുള്ള ബോണ്ട്. പായ കിട്ടിയില്ല കിടന്നുറങ്ങാൻ, കോളേജിൽ ഒരേ പാത്രത്തിൽ കഴിച്ചിട്ടുണ്ട്. ഒരേ പാത്രത്തിൽ കഴിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ബാക്ക് ടു സുമതി വളവിലോട്ട് വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കേട്ടില്ലല്ലോ. അല്ല, ബാക്ക് ടു സുമതി വളവിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കഥ അങ്ങനെ മുഴുവനായിട്ട് പറയാൻ പറ്റൂല. അതൊന്നും പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയാം. ചോദിച്ചാ മതി. അല്ല, എന്താ ഫുള്ള് ഇപ്പൊ ട്രിവാൻഡ്രത്താണെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് പാലക്കാടും റിയലുള്ള സുമതി വളവ്. അപ്പൊ ഇത് പാലക്കാട് എവിടെയായിരുന്നു ഈ സുമതി വളവിന്റെ ഇതൊക്കെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തത്? പാലക്കാട് ഉള്ള ഈ മലബാർ ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു, വാളയാർ അടുത്ത്. ഒരു കാട് തന്നെയായിരുന്നു അവരുടെ. പക്ഷെ നമുക്ക് സുഖമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. കാര്യം മലബാർ സിമന്റ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത് കാരണം ഒരു വേറെ പുറത്തുനിന്ന് വേറെ ആരും ഉണ്ടാവില്ല. ആകെ പുറത്തുനിന്ന് ഉണ്ടാവുന്നത് കരിമ്പുലി, ആന, അങ്ങനത്തെ കാട്ടുപോത്ത്, അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ എൻകൗണ്ടർ ചെയ്തു, നമ്മളെല്ലാരും കണ്ടായിരുന്നു. അവസാനത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ അടുത്ത് കരിമ്പുലി ആനിമൽസിനെ കണ്ടോ? നേരത്തെ പറഞ്ഞു കണ്ടു. ബോബി ചേട്ടന് കരിമ്പുലിനെ കാണാൻ പറ്റി. ഞങ്ങള് ആന കൂട്ടമായിട്ടുള്ളത് ഒറ്റയാൻ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളല്ലാതെ ഇത് കാണാനായിട്ട് പോകുമ്പോഴൊന്നും അങ്ങനെ കാണാൻ പറ്റാറില്ല. ഇത് പക്ഷെ കുറെ ദിവസം ഈ പറഞ്ഞ ഫുൾ നൈറ്റ് ഉള്ള ഷൂട്ട്. ആനക്ക് ഒരു ബോറടിച്ചിട്ട് പുറത്തിറങ്ങി വന്നായിരിക്കും എന്താ പരിപാടികളാണ് ഫുൾ നൈറ്റ് ഒക്കെ. അവർക്ക് ഡിസ്റ്റർബൻസ്. പിന്നെ അത്ര ഡിസ്റ്റർബ് ചെയ്തില്ല ഞങ്ങള്. നീ പറഞ്ഞത് മനത്തിൽ കയറി സൂപ്പർവിഷനോടെയാണല്ലോ ചെയ്തത്. അപ്പൊ നമ്മുടെ മൂവിയുടെ റിലീസ് ഡേറ്റ് ഒക്കെ ഓഗസ്റ്റ് 1. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. താങ്ക് യു സോ മച്ച്.